ഹലോ നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ദേവരാജ് അമ്പലയിലാണ്. ഇത് വയനാട് ജില്ലയിലെ അമ്പലവയൽ. അമ്പലവയലിൽ നിന്നും ഊട്ടി റോഡ്. അമ്പലവയൽ വയനാട് ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ അമ്പലവയലിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്രയിലേക്ക് ഊട്ടി റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു 5 കിലോമീറ്റർ ദൂരം മാറിയതാ ഈ സംഭവത്തിലെത്തി. നമ്മുടെ ഒരു കിഡിലൻ വീട്. 6 സെൻറ്റ് സ്ഥലത്താണ് ഈ ഭംഗിയുള്ള വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 2500ഓളം സ്ക്വയർ ഫീറ്റിൽ നല്ല ഭംഗിയുള്ളൊരു വീട്. മെയിൻ റോഡ്, ഈ ടാർ റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഈ വീടിൻ്റെ സ്ഥലം ഉള്ളത് 6 സെൻറ്റ്. വീട് ഏകദേശം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത്, ടാർ റോഡ് ഫ്രണ്ടേജ്. ധാരാളം നല്ല നല്ല കാര്യങ്ങൾ വീടിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 5 ബെഡ്റൂമുകളുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ, രണ്ടും ബാത്റൂം അറ്റാച്ച്ഡാണ്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകൾ. അങ്ങനെ മൊത്തം ഈ വീട്ടിൽ 5 ബെഡ്റൂമുകളുണ്ട്. അത് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്, അടുത്തത് വെള്ളത്തിന് നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വഴി നേരെ മുന്നിൽ ടാർ റോഡ്. അപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യമായ വെള്ളം, വഴി, ബെഡ്റൂം സൗകര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇലക്ട്രിസിറ്റി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വീടിൻ്റെ ഇതിപ്പോൾ നമ്മൾ നേരിട്ട് നടന്ന് കയറാവുന്നൊരു വഴിയുണ്ട്. അപ്പുറത്ത് വലിയൊരു സ്ലൈഡിങ് ഗേറ്റും ഉണ്ട്. എല്ലാ വാഹനവും ഈസി ആയിട്ട് കയറ്റാൻ പറ്റുന്ന ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇപ്പുറത്തുണ്ട്. എല്ലാ വാഹനവും ഈസി ആയിട്ട് നമുക്ക് ഒരു ടെമ്പോ ട്രാവലർ വേണമെങ്കിൽ സുഖമായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. ആവശ്യത്തിനുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള മുറ്റമൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. ചാരുവടി മോഡലുള്ള വർക്കും പാനൽ വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വർക്കുമാണ്. നമ്മൾ മുറ്റമൊക്കെ കണ്ടല്ലോ, ആവശ്യത്തിനുള്ള മുറ്റമുണ്ട്. മെയിൻ റോഡ് നേരിട്ട് പാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നല്ല വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വശത്തെ കാഴ്ചയാണ്. വിശാലമായ നല്ല കാഴ്ചകളാണ് വീടിൻ്റെ മുന്നിൽ നിന്നും വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നൊക്കെ നമുക്ക് ദൂരത്തേക്ക് കിട്ടുന്നത്. ആ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് മുമ്പ് മുകളിലത്തെ നില നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റെയർ പണിതിട്ടുണ്ട്. അപ്പോൾ 2 നിലകളും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. ഇനി വാടകയ്ക്ക് കൊടുക്കണം, അങ്ങനെ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു സൗകര്യമാണ് അവിടെ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ പാനൽ വർക്കൊക്കെ കാണുകയാണ്. പാനൽ വർക്കൊക്കെ സൂപ്പറായിട്ടുണ്ട്. അതേപോലെ ഒരു അത്യാവശ്യം ഒരു 5-10 ആൾക്ക് ഈസി ആയിട്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് സജ്ജീകരണങ്ങളൊക്കെ ഫസ്റ്റ് നമ്മുടെ മെയിൻ സിറ്റ് ഔട്ട് തന്നെ ഉണ്ട്. ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പാനൽ വർക്കിൻ്റെ ഭംഗിയെ ഒന്നും കൂടെ ആസ്വദിച്ച്, ആ സിറ്റ് ഔട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് വീടിൻ്റെ ബാക്കി കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ നമ്മളത് വീണ്ടും ആ ഒരു സിറ്റ് ഔട്ട് തന്നെ ഒന്ന് വിശദമായിട്ട് കണ്ടിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല വലിയൊരു വാതിലൊക്കെയാണ്. 2 പൊളി വാതിലാണ്. അപ്പം ആ വാതിലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക്, ലിവിങ് ഹാളിലേക്ക് കയറി. നല്ല വെളിച്ചത്തിനൊക്കെ നല്ല സ്പേസിങ്ങാണ്. ഇഷ്ടംപോലെ ജനാലകളുണ്ട്. ആ ഒരു ഹാളിൽ തന്നെ 3 ജനാലകളുണ്ട്. 4 പൊളിയുടെ 2 ജനാലകളും ഒരു 3 വിൻഡോസുള്ള അങ്ങനെ 3 സെറ്റ് ജനാലകൾ അവിടെ തന്നെ ഉണ്ട്. ഇത് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം ഒക്കെ നല്ല, നമ്മൾ കണ്ടില്ലേ, ജനലുകളൊക്കെ നല്ല വർക്കാണ്. ബാത്റൂം അറ്റാച്ച്ഡാണ്. ബാത്റൂമൊക്കെ നല്ല വലിപ്പമുണ്ട്. ആവശ്യത്തിനുള്ള വലിപ്പമുള്ള നല്ല വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ആവശ്യത്തിനുള്ള ബെഡ്റൂമിന് പറ്റിയൊരു ബാത്റൂമാണ്. ഇത് താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം. നല്ല ആവശ്യത്തിനുള്ള സ്പേസ് അതിലുമുണ്ട്. വലിയ ബെഡ്റൂമുകളൊക്കെയാണ്. നമ്മൾ കണ്ടില്ലേ, അവിടെയും വെൻറ്റിലേഷൻ സൗകര്യമുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ താഴത്തെ നിലയിൽ 2 ബാത്റൂമുകൾ നമ്മളിപ്പോൾ കണ്ടു. അപ്പം അടുത്തനിപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് വരാം. ആ ബെഡ്റൂമിൽ നമ്മൾ പുറത്തേക്ക് വരികയാണ്. ഇനി നമ്മളിവിടെ കിച്ചണും സെപ്പറേറ്റ് ഒരു വാതിലൊക്കെ നല്ല ഭംഗിയുള്ള വാതിലൊക്കെ കൊടുത്തിട്ട് കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ നല്ല വിശാലമായ കിച്ചണാണ്. നല്ല സൗകര്യമുണ്ട്. മുകളിൽ നമുക്ക് കബോർഡ് വർക്കൊക്കെ ചെയ്യാം. താഴെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സൗകര്യമുണ്ട്. ഇതാണ്ടല്ലോ നമ്മൾ സെക്കൻഡ് കിച്ചണായിട്ട് വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ ഉപയോഗിക്കാനും അവിടെ ഒരു ഗോഡൗൺ സൗകര്യമുണ്ട്. നല്ല സ്പേസ് ഉണ്ട്. നല്ല നമ്മളുണ്ടല്ലോ അവിടെയൊക്കെ ധാരാളം തട്ടുകൾ, കബോർഡുകളൊക്കെ വർക്ക് ഏരിയയിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ മുകളിൽ സ്ലാബ് സൗകര്യമുണ്ട്. നമുക്ക് ഇനിയും വേണമെങ്കിൽ ചെയ്യാം. അവിടെയൊക്കെ ബർത്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനി കബോർഡ് അടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ സൗകര്യങ്ങൾക്കൊന്നും പറയാനില്ല, സൂപ്പറാണ്. ഇത് മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് കയറാനുള്ള സ്റ്റെയർ, അതൊക്കെ ഭംഗിയായിട്ട്
നല്ല ഭംഗിയിലാണ് സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ താഴത്തെ നിലയിൽ നിന്ന് ഹാളിൽ നിന്ന് 2 സ്റ്റെപ്പ് പിന്നെ ജനലുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് 4 കള്ളിയായിട്ടുള്ള ജനൽ. ഇത് നമ്മൾ പുറത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടത്. ഇതാ സ്റ്റെയറിൻ്റെ കാഴ്ചകൾ. ഉള്ളിൽ നിന്ന് തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റെയറിൻ്റെ കാഴ്ചയൊക്കെയാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് കാണാം. നമുക്കിവിടെ ഈ ഒരു ഏരിയ ഒക്കെ അവിടെ നിന്ന് തന്നെ കാണാം. അപ്പോൾ നല്ലൊരു സ്പേസ് നമ്മൾ കണ്ടില്ലേ. നേരത്തെ ആ ഹാളിൻ്റെ കാഴ്ച നമ്മൾ 2 ബെഡ്റൂമുകളാണ് 2 സൈഡ് കാണുന്നത്. നേരത്തെ കണ്ട നല്ല വിശാലമായൊരു ഹാളിൻ്റെ നല്ല സ്പേസ് ഉണ്ട്. ഹാളിന് നല്ല ഹാളാണ്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ഒരു കോണിയുടെ ഭംഗി, അതായത് സ്റ്റെയറിൻ്റെ ഭംഗി, ആ പടികളുടെ ഭംഗിയൊക്കെ ഒന്നും കൂടെ ഒന്ന് കാണിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ താഴത്തെ ആ ഒരു ഭംഗി ഒന്നും കൂടെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുകളിലത്തെ നിലയത്തെ കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് പോകാനുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ ഒരു ഹാള് നമ്മളൊന്നും കൂടെ അവിടെ കാണിച്ചതാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയത്തെ കാഴ്ചയിലേക്ക് തന്നെ വീണ്ടും നമുക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി നമുക്ക് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാം. ഇത് മുകളിലത്തെ നിലയത്തെ ബാൽക്കണിയാണ്. റോഡിനെ ഫേസ് ചെയ്തിട്ടുള്ള ബാൽക്കണിയാണ്. ബസ് റൂട്ടാണ് അത്. ഈ കാണുന്നത് നമ്മൾ ബസ് ഇറങ്ങി നേരെ വീട്ടിലേക്ക് എത്താം. നമുക്ക് അത്രയും അടുത്താണ്, ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഈ വീടിനുണ്ട്, സൗകര്യങ്ങൾ. അപ്പോൾ ഓക്കെ, നമ്മളിപ്പം വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഓരോ ബെഡ്റൂമൊക്കെ കാണാനുണ്ട്. ഈ ഭാഗത്ത് 3 ബെഡ്റൂമുകളുണ്ട്. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇതൊരു ബെഡ്റൂമാണ്. നല്ല വലിയ ബെഡ്റൂമുകളാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, ചെറിയ ബെഡ്റൂമൊന്നുമല്ല. 2 കട്ടിലുകൾ ഉപയോഗിച്ചാലും സ്പേസ് ഉണ്ട്. അത്രയും നല്ല വലിയ ബെഡ്റൂമുകളാണ്. അതാണ് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. നല്ല സ്പേസിലുള്ള, നല്ല രീതിയിലുള്ള ഫ്ലോർ വർക്കൊക്കെ ചെയ്ത് നല്ല വിശാലമായ സൗകര്യമുള്ള ബെഡ്റൂമുകളാണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിൽ 2ാമത്തെ നിലയിൽ ഒരു ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂം കാണാം. ഒക്കെ നമ്മൾ കണ്ടില്ല, നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേസാണ്. 2ാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി നമുക്ക് മൊത്തത്തിൽ മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകൾ. നമ്മൾ ഇനിയിപ്പം ഇതൊരു ഏരിയ, ഇവിടെ ഒരു ഏരിയയും കൂടി ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് നല്ലൊരു സൗകര്യമുണ്ട്. ഇത് ആ പുറത്ത് ആ ഒരു കോണീൻ്റെ ഏരിയ ഒന്നും കൂടെ കാണിക്കുകയാണ്. സ്റ്റെയറിൻ്റെ ഏരിയ ഒന്നും കൂടെ കാണിച്ചുകൊണ്ട് നമുക്കിത് പുറത്തെ അവിടെ ഒരു ബാൽക്കണി സൗകര്യം ഉണ്ട് കേട്ടോ. ആ ഒരു ബെഡ്റൂമിൻ്റെ നമ്മൾ നേരത്തെ ഒരു ബാൽക്കണി സൗകര്യം കണ്ടു, വലതുവശത്തെ ഒരു ബാൽക്കണി സൗകര്യം ഉണ്ട്. ഇതാ അവിടെ നല്ലൊരു സ്പേസൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അവിടെ വാഷിംഗ് മെഷീനൊക്കെ ഇപ്പം സെപ്പറേറ്റ് ആണ് നമ്മൾ കണ്ടില്ല. ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട്, വാഷിംഗ് മെഷീൻ വെക്കാനും ഒക്കെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട്. അപ്പം ഈ വീടിന് ആവശ്യപ്പെടുന്ന തുക വളരെ കുറവാണ് എന്ന് പറയാം. ഇത്ര സൗകര്യത്തിൻ്റെയും ഈ ബെഡ്റൂം സൗകര്യവും ഈ സൗകര്യങ്ങളൊക്കെ ആലോചിക്കുകയാണെങ്കിൽ 5 ബെഡ്റൂമുള്ള 6 സെൻറ്റ് സ്ഥലമുള്ള 2500 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ആവശ്യപ്പെടുന്ന വെറും 60 ലക്ഷം രൂപ മാത്രം. സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഇത് താഴത്തെ നിലയിലേക്ക് പോകാനുള്ള സൗകര്യം. അപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടിയ ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ 94 95 36 57 30 അഥവാ എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടണം. അപ്പോൾ ഒരു നല്ലൊരു വീട്, ഈ വീടിന് 6 വർഷത്തോളം പഴക്കമുണ്ട്. ഒന്നും കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച വീട് നല്ല ഗ്ലാമറാവും. ഇതാ ബസ് നമുക്കിവിടെ കാണാം. അത്ര അടുത്താണ്, നമ്മൾ കണ്ടില്ലേ, വീട്ടിൻ്റെ 2ാമത്തെ നിലയിൽ നിന്നാണ് നമ്മൾ ബസ് കാണുന്നത്. ബസ് നേരെ ബസ് അവിടെ നിർത്തിയാൽ നേരെ നടന്നു പോയി കയറാനുള്ള ദൂരമുള്ളൂ. അത്രയ്ക്കും അടുത്ത് ബസ് സ്റ്റോപ്പാണ്. ചെറിയൊരു അങ്ങാടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാം കൊണ്ട് സൗകര്യമുള്ള ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.